ഹലോ, ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അമണി. ഞങ്ങൾ കിൽത്താൻ ദ്വീപുകാർ ഇതിനെ അമണി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തമായിരിക്കും പല നാട്ടുകളിലും ഇതിനെ വിളിക്കുന്ന പേര്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരുതരം മറൈൻ സ്നൈൽസിൽ പെട്ട ഒരു സാധനമാണ്. ഇതിനെ ഇവിടെ പാചകം ചെയ്തും കഴിക്കാറുണ്ട്. എല്ലാവരും ഇല്ല, എന്നാലും കുറച്ചു പേർക്കൊക്കെ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഓസ്റ്ററിന്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. നമുക്ക് എന്തായാലും അതിനെ തിരിച്ച് അവിടേക്ക് തന്നെ വിട്ടേക്കാം. ഇതിന് മറ്റൊരു വെറൈറ്റി ഉണ്ട്, അതിനാണ് കൂടുതൽ ടേസ്റ്റും കൂടുതൽ മസിൽസും ഉള്ളത്. ആ ഒരു ടൈപ്പിനാണ്. ഈ ഒരു ടൈപ്പാണ് കുറച്ചുകൂടി ക്വാണ്ടിറ്റി ഉണ്ടാവുക മസിൽസിനൊക്കെ. നമ്മൾ ലക്ഷദ്വീപുകാരാണെങ്കിലും ഇവിടെയുള്ള മുക്കാൽ ആൾക്കാർക്ക് ഇഷ്ടം ചൂരമീനാണ്. മറ്റു മീനൊന്നും അവരങ്ങനെ അധികം കഴിക്കുകയൊന്നുമില്ല. പിന്നെ ഈ സാധനത്തിന്റെ കേസ് പറയണ്ടല്ലോ. ഇതൊക്കെ കരിങ്കല്ലാണ്. പക്ഷെ നോക്കൂ, വർഷങ്ങളുടെ തപസ്യ കാരണം അതിന് നല്ലൊരു ഷേപ്പ് വന്നു. ഇതിനെയൊക്കെ പുതിയതായിട്ട് തപസ്സിന് ഇരുത്തിയേക്കുവാണ്. ഞാനിപ്പോ നിൽക്കുന്നത് കിൽത്താൻ ദ്വീപിന്റെ ഏറ്റവും വടക്ക് വശത്താണ്. നോക്കൂ, കിൽത്താൻ ദ്വീപിന്റെ രണ്ടാമത്തെ അഭിമാനമായ ലൈറ്റ് ഹൗസ് ലോട്ടേഡ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ കൂടി നടക്കാൻ പറ്റുന്നത്. ഹൈറ്റേഡിന്റെ സമയത്ത് നമുക്ക് ഇവിടെ കൂടി നടക്കാനേ പറ്റില്ല, നല്ല വേവ്സ് ഉണ്ടാകും. ഇത് പെറോണിയ എന്ന് പറയുന്ന ഒരുതരം സീ സ്ലഗ് ആണ്. പേടിക്കണ്ട, അതിന് ഇവിടെ ആരും കഴിക്കില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് സീ കുക്കുംബർ അല്ലേ എന്ന്. അല്ല, സീ കുക്കുംബർ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് സീ കുക്കുംബർ. നിറച്ചും കുഞ്ഞൻ മീനുകളാ. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ്. പക്ഷെ എന്റെ ക്യാമറയിൽ ആ കളർ ഒന്നും പതിയുന്നില്ല അങ്ങോട്ട്. ഈ തടാകത്തിനകത്ത് വലിയ മീനുകളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് നിറച്ചും ഈലുകളും ഉണ്ടാവും. നല്ല കടിയും കിട്ടും. എനിക്ക് പണ്ട് കിട്ടിയിട്ടുണ്ട്. മുഴുത്ത മീനിനെ കിട്ടുമെന്ന് കരുതി കൈയിട്ടതേ ഓർമ്മയുള്ളൂ. മുഴുത്ത 2 കടി കിട്ടി. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. മഴ പെയ്യുമോ? കേരളത്തിലെ മഴ കണ്ടിട്ട് എനിക്കിവിടെ കൊതിയാണ്. പലരും ചോദിച്ചിട്ടുണ്ട് ഇവിടെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന്. ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്. അപ്പൊ ഇപ്പൊ ഒരു മഴ പെയ്താൽ ഭയങ്കര ആശ്വാസമായിരിക്കും.